ഹായ് മക്കളെ, ഗാന്ധി ജയന്തി ക്വിസുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളടങ്ങിയ പാർട്ട് 3 വീഡിയോ ആണിത്. ഓരോ ചോദ്യവും ടീച്ചർ 2 തവണ വായിക്കുന്നുണ്ട്. അതിനുള്ളിൽ ഒരു പേനയും പേപ്പറും എടുത്ത് ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക. തെറ്റിയ ഉത്തരങ്ങൾ വീണ്ടും പഠിക്കുക. ചോദ്യം 1. ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം ഏത് വർഷമായിരുന്നു? ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം ഏതു വർഷമായിരുന്നു? ഉത്തരം 1937. ചോദ്യം 3. അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ഭഗവത്ഗീത. ചോദ്യം 4. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എന്നായിരുന്നു? ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എന്നായിരുന്നു? ഉത്തരം 1906 ജോഹന്നാസ്ബർഗിൽ. ചോദ്യം 5. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ സംഭവം? ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ സംഭവം എന്താണ്? ഉത്തരം ചൗരി ചൗര സംഭവം. ചോദ്യം 6. ഗാന്ധിജി എത്ര തവണ ജയിൽ ജീവിതം അനുഭവിച്ചു? ഗാന്ധിജി എത്ര തവണ ജയിൽ ജീവിതം അനുഭവിച്ചു? ഉത്തരം 11 തവണ. ചോദ്യം 7. ഗാന്ധിജിയുടെ ആദ്യ പൊതുപ്രസംഗം എവിടെ വച്ചായിരുന്നു? ഗാന്ധിജിയുടെ ആദ്യ പൊതുപ്രസംഗം എവിടെ വച്ചായിരുന്നു? ഉത്തരം പ്രിട്ടോറിയ. ചോദ്യം 8. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഉത്തരം പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ. പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ. ചോദ്യം 9. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥ ഏതു ഭാഷയിലാണ് രചിച്ചത്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥ ഏതു ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം ഗുജറാത്തി. ചോദ്യം 10. ഗാന്ധിജിയെ കളിയാക്കി മിക്കി മൗസ് എന്ന് വിളിച്ചിരുന്നത് ആരായിരുന്നു? ഗാന്ധിജിയെ കളിയാക്കി മിക്കി മൗസ് എന്ന് വിളിച്ചിരുന്നത് ആരായിരുന്നു? ഉത്തരം സരോജിനി നായിഡു. ചോദ്യം 11. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജന്മദിനമാണ്. ആരുടേതായിരുന്നു അത്? ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജന്മദിനം കൂടിയാണ്. ആരുടേതാണത്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ചോദ്യം 12. ഐക്യരാഷ്ട്രസഭ എപ്പോഴാണ് ഗാന്ധി ജയന്തി അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? ഐക്യരാഷ്ട്രസഭ എപ്പോഴാണ് ഗാന്ധി ജയന്തി അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? ഉത്തരം 2007 ജൂണിൽ. ചോദ്യം 13. ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഏതാണ്? ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഏതാണ്? ഉത്തരം ഹേ റാം. ചോദ്യം 14. ഗാന്ധിജി അന്തരിച്ച ദിവസം ഏതാണ്? ഗാന്ധിജി അന്തരിച്ചത് എന്നാണ്?
ഉത്തരം 1948 ജനുവരി 30. ചോദ്യം 15. ഗാന്ധിജിയുടെ ഘാതകൻ ആരാണ്? അതായത് ഗാന്ധിജിയെ വധിച്ചത് ആരാണ്? ഉത്തരം നാഥുറാം വിനായക് ഗോഡ്സെ. ചോദ്യം 16. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ബാബ ആംതെ. ചോദ്യം 17. ടോൾസ്റ്റോയ് ഫാം സ്ഥാപിക്കുവാൻ ഗാന്ധിജിയെ സഹായിച്ചത് ആരായിരുന്നു? ടോൾസ്റ്റോയ് ഫാം സ്ഥാപിക്കുവാൻ ഗാന്ധിജിയെ സഹായിച്ചത് ആരായിരുന്നു? ഉത്തരം കല്ലൻ ബാഷ്. ഈ ചിത്രത്തിലെ ഗാന്ധിജി, സോണിയ ഷിൽസിൻ, ഹെർമൻ കല്ലൻ ബാഷ് എന്നിവരാണ്. ചോദ്യം 17. ഗാന്ധിജിയെ ഏറ്റവും ആകർഷിച്ച ലിയോ ടോൾസ്റ്റോയിയുടെ പുസ്തകം ഏതായിരുന്നു? ഗാന്ധിജിയെ ഏറ്റവും ആകർഷിച്ച ലിയോ ടോൾസ്റ്റോയിയുടെ പുസ്തകം ഏതായിരുന്നു? ഉത്തരം ദ കിങ് ഓഫ് ഗോഡ് വിത്തിൻ യു. ചോദ്യം 30. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെ വച്ച്? ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെ വച്ചാണ്? ഉത്തരം സൂറത്തിലെ ബർദോളിയിൽ വെച്ച്. ചോദ്യം 19. എൽബ ദ്വീപിൽ നിന്നും മടങ്ങി വരുമ്പോൾ പാരീസിലേക്കുള്ള നെപ്പോളിയൻ്റെ മാർച്ചിനോട് ദണ്ഡി യാത്രയെ ഉപമിച്ചത് ആരായിരുന്നു? എൽബ ദ്വീപിൽ നിന്നും മടങ്ങി വരുന്ന വഴിക്ക് പാരീസിലേക്കുള്ള നെപ്പോളിയൻ്റെ മാർച്ചിനോട് ദണ്ഡി യാത്രയെ ഉപമിച്ചത് ആരായിരുന്നു? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ചോദ്യം 20. ആത്മകഥയിൽ ഏതു മുതൽ ഏതുവരെയുള്ള ജീവിത കാലഘട്ടമാണ് ഗാന്ധിജി വിവരിക്കുന്നത്? ആത്മകഥയിൽ ഏതു മുതൽ ഏതുവരെയുള്ള ജീവിത കാലഘട്ടമാണ് ഗാന്ധിജി വിവരിക്കുന്നത്? ഉത്തരം ബാല്യകാലം മുതൽ 1921 വരെയുള്ള ജീവിതകാലം, അതായത് 1869 മുതൽ 1921 വരെയുള്ള ജീവിത കാലഘട്ടം. ചോദ്യം 21. ഗാന്ധിജി തൂലികയിലൂടെ അപൂർവ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നത് ആരോടായിരുന്നു? ഗാന്ധിജി തൂലികയിലൂടെ അപൂർവ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നത് ആരോടായിരുന്നു? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. ചോദ്യം 22. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ ഏക പ്രതിനിധി ആരായിരുന്നു? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ ഏക പ്രതിനിധി ആരായിരുന്നു? ഉത്തരം ഗാന്ധിജി. ചോദ്യം 23. നിസ്സഹകരണ പ്രസ്ഥാനം തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ഉത്തരം 1920 കൊൽക്കത്ത സമ്മേളനം. ചോദ്യം 24. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോഴാണ്? UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോഴാണ്? ഗാന്ധിജി അന്തരിച്ചപ്പോൾ. ചോദ്യം 25. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു? സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? ഉത്തരം 168 ദിവസം. ചോദ്യം 26. ഗാന്ധിജി ടാഗോറിനെ വിളിച്ചത് എന്തായിരുന്നു? ഗാന്ധിജി ടാഗോറിനെ വിളിച്ചത് എന്തായിരുന്നു?
ഉത്തരം ഗുരുദേവ്. ചോദ്യം 27. ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? ഉത്തരം ദണ്ഡി കടപ്പുറം. ഗുജറാത്തിലെ സൂറത്ത് ജില്ലയിലെ കടലോര ഗ്രാമമായ ദണ്ഡി കടപ്പുറത്താണ് ഉപ്പു സത്യാഗ്രഹം നടന്നത്. ചോദ്യം 28. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയാത്ര കടപ്പുറത്തേക്ക് 241 മൈൽ ദൂരം നടന്നെത്താൻ ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ 78 അനുയായികളും എത്ര ദിവസം എടുത്തു? ചോദ്യം ഒന്നും കൂടി പറയാം. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയാത്ര കടപ്പുറത്തേക്ക് 241 മൈൽ ദൂരം നടക്കാൻ ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും എത്ര ദിവസം എടുത്തു? ഉത്തരം 24 ദിവസം. ചോദ്യം 29. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? ഉത്തരം 1930. ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ഡോക്ടർ ജോർജ് ഇരുമ്പയ്യവും കെ രാമചന്ദ്രൻ നായരും ചേർന്ന്. ചോദ്യം 31. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചത് എവിടെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചത് എവിടെയാണ്? ഉത്തരം അഹാങ്കാൻ കൊട്ടാരത്തിൽ. ചോദ്യം 32. ഗാന്ധിജി തൻ്റെ സമരരീതിയിൽ അടിയുറച്ച പ്രമാണം എന്ത്? ഗാന്ധിജി തൻ്റെ സമരരീതിയിൽ അടിയുറച്ച പ്രമാണം എന്ത്? ഉത്തരം അഹിംസ. ചോദ്യം 33. കസ്തൂർബ ഗാന്ധി മരിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? കസ്തൂർബ ഗാന്ധി മരിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? ഉത്തരം 72ാമത്തെ വയസ്സിൽ. ചോദ്യം 34. കസ്തൂർബ ഗാന്ധി മരിച്ചത് ഏത് വർഷമാണ്? കസ്തൂർബ ഗാന്ധി മരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1944 ഫെബ്രുവരി 22. 1944 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി അന്തരിച്ചത്. ചോദ്യം 35. കസ്തൂർബ ഗാന്ധിയുടെ സമാധി എവിടെ സ്ഥിതി ചെയ്യുന്നു? കസ്തൂർബ ഗാന്ധിയുടെ സമാധി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം പൂനെയിൽ. ചോദ്യം 36. നിന്നെ ഞാൻ വെറുമൊരു മൺതരിയായി കണ്ടിട്ടില്ല. ഇത് ആരെ പറ്റി ആരോട് പറഞ്ഞതാണ്? എപ്പോഴാണ് പറഞ്ഞത്? നിന്നെ ഞാൻ വെറുമൊരു മൺതരിയായി കണ്ടിട്ടില്ല. ഇത് ആരെ പറ്റി ആരോട് പറഞ്ഞതാണ്? എപ്പോഴാണ് പറഞ്ഞത്? 18/10/1938 ഗാന്ധിജി കസ്തൂർബ ഗാന്ധിക്ക് എഴുതിയ ഒരു കത്തിലെ വാചകമാണിത്. 18/10/1938 ഗാന്ധിജി കസ്തൂർബ ഗാന്ധിക്ക് എഴുതിയ ഒരു കത്തിലെ വാചകമാണിത്. ചോദ്യം 37. ഗാന്ധിജി വധിക്കപ്പെട്ടപ്പോൾ ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോട് നടത്തിയ അനുശോചന സന്ദേശം ആരംഭിക്കുന്ന വാക്യം എന്തായിരുന്നു? ഗാന്ധിജി വധിക്കപ്പെട്ടപ്പോൾ ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോട് നടത്തിയ അനുശോചന സന്ദേശം ആരംഭിക്കുന്ന വാക്യം ഏതായിരുന്നു? ഉത്തരം ആ വിളക്ക് കെട്ടുപോയി. ചോദ്യം 38. ഗാന്ധിജി പറഞ്ഞു, എൻ്റെ സ്വപ്നത്തിലുള്ള അത്തരമൊരു പെൺകുട്ടി ഇന്ത്യയുടെ പ്രസിഡൻ്റാവുകയാണെങ്കിൽ ഞാൻ അവളുടെ വേലക്കാരനായിരിക്കും. ഏതായിരുന്നു ഗാന്ധിജിയുടെ സ്വപ്നത്തിലുള്ള പെൺകുട്ടി? ഗാന്ധിജി പറഞ്ഞു, എൻ്റെ സ്വപ്നത്തിലുള്ള അത്തരമൊരു പെൺകുട്ടി ഇന്ത്യയുടെ പ്രസിഡൻ്റാവുകയാണെങ്കിൽ ഞാൻ
അവളുടെ വേലക്കാരനായിരിക്കും. ഏതായിരുന്നു ഗാന്ധിജിയുടെ സ്വപ്നത്തിലുള്ള പെൺകുട്ടി? ഉത്തരം ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി. ചോദ്യം 39. സ്വഭാവദൂഷ്യമായി ഗാന്ധിജി കണക്കാക്കിയത് എന്താണ്? സ്വഭാവദൂഷ്യമായി ഗാന്ധിജി കണക്കാക്കിയത് എന്താണ്? ഉത്തരം ക്രോധം. ചോദ്യം 40. അവസാനത്തെ തവണ ജയിലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഗാന്ധിജിക്ക് എത്ര വയസ്സായിരുന്നു? അവസാനത്തെ തവണ ജയിലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഗാന്ധിജിക്ക് എത്ര വയസ്സായിരുന്നു? ഉത്തരം 75 വയസ്സ്. ചോദ്യം 41. സബർമതി ആശ്രമത്തിൽ ഗാന്ധിജിയുടെ ആതുര ശുശ്രൂഷ ആരായിരുന്നു? സബർമതി ആശ്രമത്തിൽ ഗാന്ധിജിയുടെ ആതുര ശുശ്രൂഷ നടത്തിയത് ആരായിരുന്നു? ഉത്തരം സുശീല നായർ. ചോദ്യം 42. ഗാന്ധിജിയെ അവസാനത്തെ തവണ തടങ്കലിൽ നിന്ന് നിരുപാധികം വിട്ടയച്ചത് എന്നാണ്? ഗാന്ധിജിയെ അവസാനത്തെ തവണ തടങ്കലിൽ നിന്നും നിരുപാധികം വിട്ടയച്ചത് എന്നാണ്? ഉത്തരം 1944 മെയ് 6. ചോദ്യം 43. ഗാന്ധിജിയുടെ ബഹുമാനാർത്ഥം അഭിഭാഷക വൃത്തി ബഹിഷ്കരിച്ചത് ആരല്ല? ഗാന്ധിജിയുടെ ബഹുമാനാർത്ഥം അഭിഭാഷക ജോലി ബഹിഷ്കരിച്ചത് ആരല്ല? ഉത്തരം മോത്തിലാൽ നെഹ്റു, CR ദാസ്. ചോദ്യം 44. ഗാന്ധിജിയുടെ പുത്രന്മാർ ആരല്ല? ഗാന്ധിജിയുടെ പുത്രന്മാർ ആരെല്ലാമാണ്? ഉത്തരം ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. ചോദ്യം 45. ദാമ്പത്യ ജീവിതത്തിൽ ഗാന്ധിജിക്ക് ഒരേയൊരു ദുഃഖമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണത്? ദാമ്പത്യ ജീവിതത്തിൽ ഗാന്ധിജിക്ക് ഒരേയൊരു ദുഃഖമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണത്? കസ്തൂർബയ്ക്ക് മതിയായ വിദ്യാഭ്യാസം ലഭിച്ചില്ലല്ലോ എന്ന കാര്യത്തിൽ. ചോദ്യം 46. അഹാങ്കാൻ കൊട്ടാരത്തിൽ തടവിൽ കഴിയുമ്പോഴും 74-ാമത്തെ വയസ്സിൽ ഗാന്ധിജി ചെയ്തത് എന്തായിരുന്നു? അഹാങ്കാൻ കൊട്ടാരത്തിൽ തടവിൽ കഴിയുമ്പോഴും 74-ാമത്തെ വയസ്സിൽ ഗാന്ധിജി എന്താണ് ചെയ്തിരുന്നത്? കസ്തൂർബയെ ഇന്ത്യൻ ഭൂമിശാസ്ത്രവും മറ്റു വിഷയങ്ങളും പഠിപ്പിക്കൽ. ചോദ്യം 47. ഗാന്ധിജി തൻ്റെ ആത്മീയ പ്രമാണ ഗ്രന്ഥമായി സ്വീകരിച്ചത് ഏത് പുസ്തകമായിരുന്നു? ഗാന്ധിജി തൻ്റെ ആത്മീയ പ്രമാണ ഗ്രന്ഥമായി സ്വീകരിച്ചത് ഏത് പുസ്തകമായിരുന്നു? ഉത്തരം ഭഗവത്ഗീത. ചോദ്യം 48. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ചോദ്യം 49. ഗാന്ധിജിയുടെ അപരനാമം എന്താണ്? ഗാന്ധിജിയുടെ അപരനാമം. ഉത്തരം ബാപ്പുജി. ചോദ്യം 50. ഗാന്ധിജിയും 78 അനുയായികളും ഉപ്പുറുക്കാൻ ദണ്ഡിയിൽ എത്തിച്ചേർന്നത് എന്ന്? ഗാന്ധിയും 78 അനുയായികളും ഉപ്പ് കുറുക്കാൻ ദണ്ഡിയിൽ എത്തിച്ചേർന്നത് എന്നാണ്? ഉത്തരം 1930 ഏപ്രിൽ 5. ചോദ്യം 51. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിതാ പുസ്തകം ആരുടേതാണ്? ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിതാ പുസ്തകം ആരുടേതാണ്? ഉത്തരം NV കൃഷ്ണവാര്യർ. ചോദ്യം 52. നിരവധി ഓസ്കാർ അവാർഡുകൾക്ക് അർഹമായ ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? നിരവധി ഓസ്കാർ അവാർഡുകൾക്ക് അർഹമായ
ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം റിച്ചാർഡ് ആറ്റൻബറോ. ചോദ്യം 53. ഗാന്ധി എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ട് മഹാന്മാർ ആരൊക്കെയാണ്? ഗാന്ധി എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ട് മഹാന്മാർ. ഉത്തരം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചോദ്യം 54. രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതാണ്? രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം യങ് ഇന്ത്യ. ചോദ്യം 54. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വാഴ്ത്തിയത് ഏത് സംഭവത്തെയാണ്? ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വാഴ്ത്തിയത് ഏത് സംഭവത്തെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ചോദ്യം 55. അറിയാത്ത വിധത്തിൽ ഗാന്ധിജി ഇന്ത്യക്കാരുടെ ഹൃദയവും ചിന്തയും പ്രതിനിധീഭവിക്കുന്നു. ആരുടേതാണ് ഈ വാക്കുകൾ? മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ ഗാന്ധിജി ഇന്ത്യക്കാരുടെ ഹൃദയവും ചിന്തയും പ്രതിനിധീഭവിക്കുന്നു. ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം ജവഹർലാൽ നെഹ്റു. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്. തൻ്റെ പിന്തുടർച്ചാവകാശിയായി ഗാന്ധിജി പറഞ്ഞത് ആരെയാണ്? തൻ്റെ പിന്തുടർച്ചാവകാശിയായി ഗാന്ധിജി പറഞ്ഞത് ആരെയാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.